നിങ്ങൾ പൊതുവെ പുതിയ ആൾക്കാരെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്ത് രണ്ടുപേര്, വൈഷ്ണവും അഭിജിത്തും. ആ, എങ്ങനെയാ ഇതിലേക്ക് വന്നത്, ഈ ടീമിലേക്ക് വരണം? നേരത്തെ കണ്ടിട്ടുണ്ടോ നന്ദഗോവിന്ദ്? പിന്നെ ഉറപ്പായിട്ടും നേരത്തെ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. വീട്ടിലും വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഉണ്ട്, കീബോർഡ് വായിക്കുന്നത് നന്ദഗോവിന്ദത്തിൽ, ഇന്ന് വന്നിട്ടില്ല. അപ്പം പുള്ളിയായിട്ട് കുഞ്ഞിലെ മുതൽ ഞങ്ങൾക്ക് അറിയാം, വളരെ കട്ടച്ചങ്സാണ്. അപ്പം ദേവതാപസൻ എന്ന് പറഞ്ഞൊരു നന്ദഗോവിന്ദത്തിൻ്റെ തന്നെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കോറസ് പാടാനായിട്ട് കണ്ണനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പം അവിടെ പാടി. അപ്പം നവീൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നവീൻ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്, ജോയിൻ ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. എല്ലാവരുമായിട്ട് തന്നെ ഫാമിലി പോലെ, ഒരു ടീം എന്നതല്ല, ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങളെല്ലാവരും. കാരണം അടിപൊളിയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഒത്തിരി സന്തോഷം, ഇതിലൊരു ഭാഗവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഹാപ്പി ആയിട്ട് പോകുന്നു. വൈഷ്ണവ് എങ്ങനെയായി ടീമിലേക്ക് വന്നത്? ഓക്കെ, ഞാൻ ടീമിലേക്ക് വരുന്നത് ലൈക്ക് എല്ലാവരെയും പോലെ തന്നെ ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ സ്ക്രീനിലൊക്കെ കണ്ടിരുന്ന കുറേ ചേട്ടന്മാർ. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ വീഡിയോസ് കാണും, ഓഫീസിൽ വന്നതിന് ശേഷം വീഡിയോസ് ഇരുന്ന് കാണും. എല്ലാവരും പോലെ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ പോലെ തന്നെ വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ എനിക്ക് പെർഫോം ചെയ്യാതെ പറ്റില്ല, ലൈക്ക് എനിക്ക് ഇവരെ കൂടെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഞാൻ നവീൻ ചേട്ടന് പുലർച്ചെ ഒരു 3 മണിയോടുകൂടി മെസ്സേജ് അയച്ചു. ലൈക്ക് നവീൻ ചേട്ടാ എനിക്ക് കോറസ് ടീമിൻ്റെ കൂടെ ഇരുന്നാൽ മതി, ലൈക്ക് ലീഡിയോ ഒന്നും വേണ്ട, കോറസ് ടീമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് എനിക്ക് പാടണം. നവീൻ ചേട്ടൻ മെസ്സേജിന് റിപ്ലൈ തന്നു. അടുത്ത ദിവസങ്ങളിൽ എന്നെ ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിച്ചു. ഞാൻ ടീമിനോട് കൂടി, ടീമെന്ന് പറയുന്നില്ല, അതെൻ്റെ കുടുംബം പോലെ തന്നെയാണ്. ഞാൻ അത്രയും ഹാപ്പിയാണ്, കാരണം ഞാൻ തൃശ്ശൂരാണ്, എല്ലാവരും കോട്ടയംകാരാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലൊക്കെ ഇരുന്ന് വീടിൻ്റെ അടുത്തുള്ള കുടുംബങ്ങളിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ. ഞാൻ പലപ്പോഴും പ്രാക്ടീസ് സെഷനൊക്കെ വരുമ്പോൾ അബിയുടെ വീട്ടിലാണ് പോകാറ്. അപ്പോൾ ലൈക്ക് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ വീട്ടിലും നാട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാലും നന്ദഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രൗഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അബി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രൗഡ്ലി ഞാനും എല്ലായിടത്തും പറയണു നന്ദഗോവിന്ദത്തിൻ്റെ ഫാമിലിയിൽ ഒരു അംഗമാണെന്നുള്ളത്. വെരി ഹാപ്പി. വൈഷ്ണവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്ത് വരും വീക്കെൻഡ്സിലൊക്കെ. വർക്ക് ചെയ്യണ പ്രൊഫഷൻ ചിലപ്പോൾ മേ ബി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് എപ്പോഴെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടാവാം, പക്ഷെ പാഷൻ ഒരിക്കലും അങ്ങനെ ആവില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ പാഷനോട് അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര യാത്ര ബോഡി ഫിസിക്കലി എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി തന്നെ അതെൻ്റെ മെൻ്റലി ഞാൻ റിക്കവർ ചെയ്യും ഉണ്ടാവാറുണ്ട്. അതിന് എനിക്കതൊരു പാടാനായിട്ട് ഫീൽ ചെയ്യാറ്. ഈ മൊത്തം ടീമിന് അങ്ങനെ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നത്. വിഷ്ണു, എത്ര വർഷമായി ഇവരുടെ കൂടെ? ഞാനിപ്പം എൻ്റെ 7 പഠിക്കുമ്പോൾ വന്നതാ. ചെറുപ്പത്തിൽ 6 or 7 പഠിക്കുമ്പം. ആ സമയത്ത് എൻ്റെ അമ്മാവൻ, അതായത് ഇപ്പം പറഞ്ഞില്ലേ ഉഴപ്പൻ സിദ്ധാർത്ഥ്, അവൻ്റെ അച്ഛൻ ഇവിടെ പാടുന്നുണ്ടായിരുന്നു കൂടെ. അപ്പം ഹരിച്ചേട്ടനോട് അമ്മാവൻ പറഞ്ഞേ, എൻ്റെ പെങ്ങളുടെ മോൻ എന്നെ പോലെ നടക്കുന്ന വഴിക്കും എല്ലാം ചുമ്മാ തുടക്കിട്ട് കൊട്ടിക്കൊണ്ട് കിടക്കും, അവരെ കൂടെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ വന്ന്. അതെ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ശരിക്കും പറഞ്ഞ് തിരുവഞ്ചൂർ കോട്ടയുള്ള കുറച്ച് മാറിയുള്ള ഒരാളായിരുന്നേ. പക്ഷേ ആദ്യമായിട്ട് എങ്ങനെയോ ഭാഗ്യമായിട്ട് ഇവിടെ വന്ന് വിട്ടു. ശരിക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞാൽ ഒരു കുടുംബം, ഫാമിലി. ഇപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 10ലും +2 പഠിക്കുന്ന സമയം പരീക്ഷയ്ക്കൊക്കെ പഠിക്കാതിരിക്കും അമ്മ വിളിക്കുന്ന നവീൻചേട്ടനെ, ഇവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ്. അതെ. നവീൻചേട്ടൻ്റെ ഒരു കോള് ഫോണെ കാണുമ്പം പിന്നെ സത്യം. അപ്പം എന്നാ പറയണ്ട, അപ്പം അതുപോലെ തന്നെ ഒരു ഫാമിലി ഇവിടെ വന്ന് സന്തോഷം പെട്ടത്. എന്താ പറയേണ്ടത് അറിയില്ല. എനിക്ക് സത്യം ഇച്ചിരി ഇതുണ്ട്. അതെ, വേണമെങ്കിൽ ഇച്ചിരി വായിക്കാൻ പറഞ്ഞാൽ വായിക്കാം. പറഞ്ഞ് ഇമോഷണൽ ആവുന്ന പോലെ ഉണ്ട്. അല്ല, അതുണ്ട് കേട്ടോ, സത്യമായിട്ടും. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, നമുക്കിപ്പോൾ വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അതിപ്പോൾ നമുക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നേരെ നവീൻചേട്ടനെ അമ്മ വിളിക്കാന്ന് പറയുമ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കാനൊക്കെ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടിരിക്കുന്ന നവീൻചേട്ടനാ. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലോട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടിയതും അത് പ്രധാന വഴിത്തിരിവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒരു കാരണം നവീൻചേട്ടനായിട്ടുണ്ട് പ്രത്യേകം. കൂട്ടത്തിലെ കുട്ടി ശ്രീദർശ് അല്ലേ? ശ്രീദർശ്, എങ്ങനെയുണ്ട് ഓണക്കാലമായിട്ട് നന്ദഗോവിന്ദ് എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്? ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു മാസം കുറച്ച്
എക്സൈറ്റ്മെന്റ് കൂടി തന്നെയാണ്, കൈ അടങ്ങിയിരിക്കുന്നില്ല. അതെ, കട്ടാണ്. ഓണക്കാലം ഇപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ആയി ഈ ഒരു മന്ത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇൻറ്റേർണൽസും ഉണ്ട് കോളേജിൽ നിന്ന്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നു. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ പ്രോഗ്രാംസിന്. നവീൻ ചേട്ടൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ വിളിക്കുമ്പോൾ എല്ലാ പ്രോഗ്രാംസിനും വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പിന്നെ ഭജൻ കണക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇമോഷണലിയും സ്പിരിച്വലി ഒക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഇവൻറ്റ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഓണപ്പാട്ട് കൂടി പാടിയിട്ട് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം പാട്ട്. ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു അമ്പലപ്പുഴ, നമ്മളുടെ ഇപ്പോഴത്തെ സോപാന സംഗീതങ്ങളൊക്കെ ധാരാളം സോപാന സംഗീതങ്ങൾ എഴുതിയിട്ടുള്ള മധുചേട്ടൻ, മഹാദേവ മനോഹരൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ എഴുതി മധുചേട്ടൻ്റെ തന്നെ വരികളാണ്. സുമശൈലത്തരുനികരം പുലരൊളിയിൽ കഥ പറയും ഹിമഗണമാമധുരം തന്നൊരു ചിരി തൂകും. സുമശൈലത്തരുനികരം പുലരൊളിയിൽ കഥ പറയും ഹിമഗണമാമധുരം തന്നൊരു ചിരി തൂകും. കിളിമൊഴികൾ കഥ പറയാനണയും നീ സുഖനിമിഷം കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. നിളതൂകും പുഞ്ചിരിയിൽ രസമേറും പുളിനങ്ങൾ കുളിരോള കൈരളിയെ പുണരും നേരം. നിളതൂകും പുഞ്ചിരിയിൽ രസമേറും പുളിനങ്ങൾ കുളിരോള കൈരളിയെ പുണരും നേരം. തെളിയുന്ന പെണ്ണിന്റെ മനതാരിനടിയിലെ കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം. നിലയില്ലാതൊഴുകുന്നോരോണം അഴലില്ലാതണയും നീ മധുമാസത്തിരനോട്ടം. കണി കാണാനുണരും നീ തിരുമലയാളം. കണി കാണാനുണരും നീ തിരുമലയാളം. ഇന്നല്ലോ പുലരുമ്പോൾ വന്നല്ലോ തിരുവോണം. നിലയില്ലാതൊഴുകും